കാടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയത്തിന്റെ ഒരു നിഴലാണ് മൂടപ്പെടുന്നത്. ആനയും പുലിയും കുറുക്കനൊക്കെ ഉള്ള ഒരു വലിയൊരു കാട്. പക്ഷേ ഇതൊന്നും അല്ല. കാടിന്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കാടിനുള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലണം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി മുനമ്പ്. അധികമാരും കേട്ടിട്ടില്ലാത്ത സ്ഥലത്താണ്. ഇന്ന് അഞ്ചുരുളി മുനമ്പിന്റെ വിശേഷങ്ങളാണ്. ആദ്യമായിട്ട് ഒരാള് കാട്ടിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് കാടുകൾ പോയതിന്റെ അനുഭവം വെച്ച് പറയാണ്. നമ്മളെപ്പോഴും ആദ്യം പാലിക്കേണ്ടത് കാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ വീട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. നമുക്ക് നമ്മുടെ വീടിനെ ഇഷ്ടമാണ്, നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാടിനെ ഇഷ്ടപ്പെട്ട് കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കണം. നമ്മളെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ കൊണ്ടുപോകും, പക്ഷെ അതൊന്നും അവിടെ കാട്ടിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാടിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു കാര്യം, നമ്മൾ കാട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മുടെ ഓരോ മണവും കാട്ടിലെ മൃഗങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അത് കുറച്ച് അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ മൃഗങ്ങളെ കാണില്ലെന്നായിരിക്കും, മൃഗങ്ങൾ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കുറച്ച് മുൻകരുതൽ വേണം. നമ്മുടെ മുമ്പിൽ മൃഗങ്ങളുണ്ട് എന്ന ആ തോന്നൽ എപ്പോഴും വേണം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇത്രയും നേരമായിട്ട് ഒരു മൃഗത്തിനെ പോലും കാണാനില്ല. മൃഗത്തിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. നമ്മുടെ സഹോ അവിടെ പോയി നിൽപ്പുണ്ട്. നമുക്ക് നമ്മുടെ സഹോ എടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. എൻ്റെ പൊന്നു സഹോ, കാടെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും കാഴ്ചപ്പാടിലുള്ള കാര്യമാണ് കുറേ ആനകളും പുലികളും കടുവയൊക്കെ വരുന്ന ഒരു കാട്. പക്ഷേ കാട് എന്ന് പറയുന്നത് അതല്ല. കാട്ടിൽ മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ കാട്ടിൽ നിരവധി പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കാട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ മൃഗങ്ങളെ മുന്നിൽ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കണ്ടെന്ന് വരും, അത്രേ ഉള്ളൂ. നമ്മൾ കാടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയുള്ള മരങ്ങൾ, പൂക്കൾ, ഇതൊക്കെ വിചാരിച്ചത് കേട്ടോ സഹോ. ഇവിടെ വന്നപ്പോ ശരിക്കും സ്വാഭാവികമായിട്ടുള്ള അല്ലാതെ കുറച്ച് കല്ലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് നാച്ചുറലായിട്ട് തോന്നുന്നുമില്ല. ഗോവയാണെങ്കിൽ വന്നപ്പം തൊട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കി ഒരു ചരിത്രകാരനെന്നോണം ആ രീതിയിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു എന്താണ്, കാരണം കൂടുതൽ ആൾക്കാർ ഇത് അവിടെ വന്നിട്ട് അവിടെയൊക്കെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാർ വരുന്നുമില്ല. അപ്പോൾ ഇവിടത്തേക്കുള്ള ചരിത്രം ഒന്ന് അറിയാമായിരിക്കുമല്ലോ. ഇതാണ് അതിൽ ഒളിഞ്ഞിരുന്ന ട്വിസ്റ്റ്. എന്താണ് ബ്രോ, ഇതാണ് നമ്മുടെ അഞ്ചുരുളി മുനമ്പ് അല്ലെങ്കിൽ അഞ്ചുരുളി തുരുത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇടുക്കി റിസർവോയറിന്റെ ഭാഗമാണ്. അതുമല്ല, ഈ പ്രദേശത്ത് ധാരാളം ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണും കൂടെയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ വിശേഷങ്ങളിലോട്ടൊന്ന് പോവാം. ഇവിടെ ഒരു ജനത ജീവിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് തെളിവുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ സംസ്കാരമൊക്കെ. അപ്പം അതുപോലെ തന്നെ ഒരു മനുഷ്യ ജനത ഇവിടെ ജീവിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് തെളിവുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗവേഷണത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നീളമുള്ള കുറേ കല്ലുകൾ. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് മുനിയറ പോലുള്ള സംഭവങ്ങളാണ്. അതായത് പണ്ട് ഋഷിവര്യന്മാർ തപസ്സിച്ചിരുന്ന സ്ഥലമെന്ന് പറയുന്നു, കല്ലറകളെന്ന് പറയുന്നു. അപ്പം അതുപോലത്തുള്ള മുനിയറയിലേക്ക് കുറച്ച് ഭാഗങ്ങളെന്ന് നമുക്കത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ ഇത് ഗവേഷണമാണ്, ഒരു വ്യക്തത ഇതുവരെ ഇതിന് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു ജനത ജീവിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ മനോഹാരിത, ആ ഇടുക്കി റിസർവോയറിന്റെ ആ ഭംഗി നമുക്കിങ്ങനെ മൊത്തം കാണാവുന്നതാണ്. നല്ല മനോഹരമായിട്ടുള്ള ജലാശയങ്ങളും, അതുമല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയും കൂടെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴിയുടെ, ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വരാനുള്ള വഴിയുടെ ഒന്ന് പറഞ്ഞു കൊടുത്താലോ. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്തതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ കാഞ്ചിയാർ പള്ളിക്കവലയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി റിസർവോയറിൻ്റെ ഭാഗമാണ്. പിന്നെ ഒഴിവ് സമയങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം, കുറച്ചൊക്കെ ചരിത്രം പഠിക്കാം, കുറച്ച് കാടിനെ തൊട്ടറിയാം, അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം. പിന്നെ കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം. 40 രൂപയാണ് പാസ്, അത് മറക്കണ്ട, ഫ്രീ അല്ല. പിന്നെ നമ്മൾ ബുള്ളറ്റിലാണ് വന്നത്, അതുകൊണ്ട് 10 രൂപ ചാർജ് അടക്കേണ്ടി വന്നു. മാക്സിമം കുറച്ച് വെള്ളം, ഫുഡ് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് കുപ്പികളും ഈ ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും ഇടരുത്. കാടാണ്, നമുക്ക് ഇനിയും സംരക്ഷിക്കണം. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്കത് കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാല്ലേ? ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. In my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, nah, likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightsee.